ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്, ഞാൻ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ എഞ്ചിനീയേഴ്സ് ട്രെയിനി ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ഒരു മികച്ച അവസരം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വളരെ മികച്ച രീതിയിലുള്ള റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ എലിജിബിലിറ്റി, ക്വാളിഫിക്കേഷന്, അതേപോലെ തന്നെ സിലബസ്, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുക, ഇതിന് എക്സ്പീരിയൻസ് വേണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അനലൈസ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്കിത് ആർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ബിടെക് ആണോ ഡിപ്ലോമയാണോ, അതേപോലെ തന്നെ ഇതിന് എക്സ്പീരിയൻസ് വേണോ, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ വീഡിയോയിൽ അതിൻ്റെ A to Z കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം എങ്ങനെയാണ് ഇതിൽ ഓരോ കാര്യങ്ങളും വരുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ വെബ് ബ്രൗസറിൽ നിങ്ങൾ KPESRB എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, KPESRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ ഗൂഗിളിൽ KPESRB എന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം തന്നെ വരുന്ന ഈ ഒരു പേജിലേക്കാണ് നമ്മൾ എത്തുന്നുണ്ടാവുക. ഇതാണ് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും KPESRB, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. വേക്കൻസി ആൻഡ് നോട്ടിഫിക്കേഷൻ, റിസൾട്ട്, RTA, ജനറൽ, പ്രസ് റിലീസ്, സിലബസ്, എക്സാം ഷെഡ്യൂൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് PSC സൈറ്റ് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേക്കൻസി ആൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോസ്റ്റുകൾ, ഇപ്പോൾ കാറ്റഗറി നമ്പർ 26/2025 മുതൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് 96 വരെ ഉണ്ട്. ഓക്കെ, 96/2025 വരെ വന്നിട്ടുണ്ട്. ഏതാണ്ട് 70ഓളം നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാം ടെക്നിക്കൽ, എല്ലാം നോൺ ടെക്നിക്കൽ ആയിട്ടുള്ളതുണ്ട്, അതേപോലെ ITI ട്രേഡ് ഉള്ളതുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസിൽ ഏതാണ്ട് 70ഓളം പോസ്റ്റുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഏതെല്ലാം പോസ്റ്റിലാണ് നമുക്ക് ടെക്നിക്കൽ കഴിഞ്ഞ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കാറ്റഗറി നമ്പർ 25, 26 ഇതൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾക്കാണുള്ളത് ബ്രാക്കറ്റിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാറ്റഗറി 34/2025 മാനേജർ ടെക്നിക്കൽ സിവിൽ എന്ന് കാണാൻ പറ്റും കിൻഫ്രയിൽ. പക്ഷേ അതിനൊരു പ്രശ്നമുള്ളത്, നമ്മൾ ഈ ഒരു പോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് 10 ഇയർ എക്സ്പീരിയൻസ് ഇൻ റെലവൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം 10 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ പോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ആ ഒരു പോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ 34/2025 പറഞ്ഞത്, അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദെൻ നമുക്കിവിടെ വരുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സീനിയർ എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് ട്രെയിനി മെക്കാനിക്കൽ കാണിക്കുന്നുണ്ട്. ഇവിടെ സീനിയർ എഞ്ചിനീയർ മെയിൻ്റനൻസ് എക്സിക്യൂട്ടീവ് ട്രെയിനി മെക്കാനിക്കൽ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡിൽ. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻസ് നമ്മൾ നോക്കുക. അതായത് മെക്കാനിക്കൽ പോസ്റ്റ് ആട്ടോ, മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്കാണ്, പെർമനൻറ്റ് പോസ്റ്റ് തന്നെയാണ്. ദെൻ അതിൽ എലിജിബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഫുൾ ടൈം BE or BTech ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഹാവ് ഫസ്റ്റ് ക്ലാസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതായത് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് BTech വേണമെന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് 36 ഇയേഴ്സ് വരെ വരുന്നുണ്ട്. പിന്നെ അതിലൊരു സ്പെഷ്യൽ മെൻഷൻ പറഞ്ഞിട്ടുണ്ട്, പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു മെയിൽ കാൻഡിഡേറ്റ് ഹു ഹാവ് കംപ്ലീറ്റഡ് 1 ഇയർ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ഇൻ എനി ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഫാക്ടറീസിലുള്ള എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ ഡിസൈറബിൾ ആണ്. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രിഫറൻസ് ലഭിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഇതിൽ മനസ്സിലാക്കണം. ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ, എന്നിരുന്നാലും അതിലൊരു പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആയിരിക്കാം. ഇതിൽ ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് ഫസ്റ്റ് ക്ലാസ് BTech ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സീനിയർ എഞ്ചിനീയർ മെക്കാനിക്കലാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സീനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവ് ട്രെയിനി എന്ന് പറഞ്ഞ കാറ്റഗറി 51/2025, അതായത് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 2 പോസ്റ്റ് ഉണ്ട് കേട്ടോ. സീനിയർ എഞ്ചിനീയർ പോസ്റ്റിൽ 2 വേക്കൻസീസ് ഉണ്ട്. നമ്പർ ഓഫ് വേക്കൻസീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ആണ്, പെർമനൻറ്റ് പോസ്റ്റ് തന്നെയാണ്. ദെൻ അതിൻ്റെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഫുൾ ടൈം BE or BTech ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഹാവിംഗ് ഫസ്റ്റ് ക്ലാസ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ BTech ഫസ്റ്റ് ക്ലാസ് ഇവിടെ നിർബന്ധമാണ് കേട്ടോ. നമ്മൾ ISRO സയൻറ്റിസ്റ്റിൻ്റെ കേസിലാണെങ്കിലും അതേപോലെ തന്നെ ലെക്ചർ ഇൻ പോളിടെക്നിക് ഒക്കെ വരുന്ന സമയത്ത് സ്ഥിരമായിട്ട് പറയാറുണ്ട് ഫസ്റ്റ് ക്ലാസ് BTech കഴിഞ്ഞ ആളുകൾ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് BTech ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുക, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക.
ഏജ് ലിമിറ്റ് ഇവിടെയും 36 ഇയേഴ്സ് ആണ്. ആൻഡ് ഇവിടെയും പ്രിഫറൻസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു മെയിൽ കാൻഡിഡേറ്റ് ഹു ഹാവ് കംപ്ലീറ്റഡ് 1 year അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ഇൻ എനി ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ കേസിലും ആ ഒരു പ്രിഫറൻസ് ഉണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ 600 ആണ്. SC/ST കാൻഡിഡേറ്റിന് 150 ആണ് ഉള്ളത് എന്നുള്ള കാര്യം ഇവരെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് എല്ലാത്തിലും അങ്ങനെ തന്നെയാട്ടോ വരുന്നത്. യെസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വേക്കൻസീസ് ആയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാറ്റഗറി 51 അല്ലേ ഡിസ്കസ് ചെയ്ത്. സീനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലാണ് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് സെമി സ്കിൽഡ് വർക്കർ. ഈ സെമി സ്കിൽഡ് വർക്കർ നോക്കുകയാണെങ്കിൽ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള, അത് IT ലെവൽ പോസ്റ്റാണ്, ഇലക്ട്രീഷ്യൻ ആണ്. അപ്പോൾ ഇതിൽ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ വേണമെങ്കിൽ SSLC വിത്ത് IT ഇലക്ട്രീഷ്യൻ ട്രേഡ് ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് IT ഉള്ള ആളുകൾക്ക് മാത്രമാണ്. ഞാൻ നേരത്തെ വീഡിയോ ചെയ്ത സമയത്ത് ഈ ഒരു പോസ്റ്റ് എന്ത് ചെയ്തിട്ടില്ല, സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, അത് സെമി സ്കിൽഡ് വർക്കർ ആട്ടോ. അതിൽ തന്നെ ഇലക്ട്രീഷ്യൻ മാത്രമല്ല, ഇലക്ട്രോണിക് മെക്കാനിക്, ടേണർ, ഫിറ്റർ, മെക്കാനിക്, വെൽഡർ, പെയിൻറ്റർ, ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ മാത്രമാണ് ഇതെന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ദെൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി ഡിസൈറബിൾ ആയിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത്, യെസ്, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള പോസ്റ്റുകളാണ്. ഇതൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത പോസ്റ്റുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്കൊന്നും പോവാത്തത്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് അസിസ്റ്റൻറ്റ് മാനേജർ ഇലക്ട്രിക്കൽ, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിലാണ് അസിസ്റ്റൻറ്റ് മാനേജർ ഒരു പോസ്റ്റാണുള്ളത്. പെർമനൻറ്റ് പോസ്റ്റ് തന്നെയാണ്. ദെൻ ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ BE or BTech മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ക്ലാസിൻ്റെ കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ആൻഡ് ഓൾസോ ഏജ് ലിമിറ്റ് 39 ഇയേഴ്സ് ആണ് കേട്ടോ. 39 ഇയേഴ്സ് ആണ്. ഇവിടെ ഡിസൈറബിൾ എന്നുള്ള ആ ഒരു സെൻറ്റൻസ് അവർ യൂസ് ചെയ്തിട്ടില്ല. അപ്പം അസിസ്റ്റൻറ്റ് മാനേജർ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിൽ ഈ ഒരു പോസ്റ്റ് ഉണ്ട്. നമ്പർ ഓഫ് വേക്കൻസി 1 ആണ്. പക്ഷേ ഇവിടെ ഫസ്റ്റ് ക്ലാസ് BTech അവർ മെൻഷൻ ചെയ്തിട്ടില്ല. പേ സ്കെയിൽ ശ്രദ്ധിക്കുക, 20,740 മുതൽ 36,140 ആണ്. കമ്പാരിറ്റീവ്ലി കുറവായിട്ടാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിൻ്റെ സാലറി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. യെസ്. അപ്പോൾ നമ്മൾ അസിസ്റ്റൻറ്റ് മാനേജർ ഇലക്ട്രിക്കൽ കേരള സ്റ്റേറ്റ് ഡ്രഗ്സിൻ്റെ പറഞ്ഞു. ആൻഡ് ദെൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഓട്ടോ കാസ്റ്റ് ലിമിറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റാണ് കേട്ടോ. ഇതൊരു കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റാണ്. മാത്രമല്ല ഇതിൽ 1 year എക്സ്പീരിയൻസ് ആവശ്യമുള്ളതാണ്. അതായത് എഞ്ചിനീയറിംഗ് ഓർ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ 1 year എക്സ്പീരിയൻസ് ഉള്ള ആളുകളുള്ളതാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റുകൾ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ദെൻ ഇപ്പം നമ്മൾ പറഞ്ഞത് അസിസ്റ്റൻറ്റ് മാനേജർ പറഞ്ഞു. ദെൻ ഓട്ടോസ്കാറ്റിൻ്റെ പറഞ്ഞു. ദെൻ നെക്സ്റ്റ്, യെസ്, ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഒന്നായിട്ടുള്ള എഞ്ചിനീയേഴ്സ് ട്രെയിനി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഞ്ചിനീയേഴ്സ് ട്രെയിനി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടെൽക്കിൽ, ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽ കേരള ലിമിറ്റഡിലാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ടെൽക്കിൽ വന്നിരിക്കുന്ന ഈ ഒരു പോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് വേക്കൻസി 7 വേക്കൻസീസ് ടെൽക്കിൽ വന്നിട്ടുണ്ട്. ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയറുള്ള ഒരു സ്ഥാപനമാണ് ടെൽക്ക് എന്ന് പറയുന്നത്. അതേപോലെ പെർമനൻറ്റ് പോസ്റ്റാണ്. 42,500 മുതൽ 97,000 വരെയാണ് വരുന്നത്. ദെൻ ഇതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷനാണ് നമ്മൾ അറിയേണ്ടത്. ബാച്ചിലർ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ഇൻ റെഗുലർ ഫുൾ ടൈം കോഴ്സ് ഫ്രം എ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് BE ഇലക്ട്രിക്കൽ ആണെങ്കിലും പറ്റും, BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണെങ്കിലും നിങ്ങൾക്ക് പറ്റും, പ്രൊവൈഡഡ് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പോസ്റ്റ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് വിത്ത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 ഇയേഴ്സ് ആണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് 35 ആണ്. ട്രെയിനിങ് പീരീഡ് കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസിൻ്റെ കാര്യമൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. ഡിസൈറബിൾ എന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു അവസരമാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടെൽക്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയർ ട്രെയിനി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് പെർമനൻ്റ് ആയിട്ട് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണിത്. അപ്പോൾ ഇത് നല്ലൊരു അവസരമായിട്ട് കാണാം. പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. കാറ്റഗറി നമ്പർ 85/2025 ആണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ. ദെൻ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയർ ട്രെയിനി, അപ്പം ഫസ്റ്റ് ക്ലാസ് BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകൾക്കാണ്. അതേപോലെ തന്നെ ഇതൊരു പെർമനൻറ്റ് പോസ്റ്റാണ്. ഏജ് ലിമിറ്റ് 35 ആണ്. ഫസ്റ്റ് ക്ലാസ് BTech മസ്റ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക.
ആൻഡ് ദെൻ എഞ്ചിനീയേഴ്സ് ട്രെയിനി മെക്കാനിക്കലും വരുന്നുണ്ട്. എഞ്ചിനീയേഴ്സ് ട്രെയിനി മെക്കാനിക്കൽ വരികയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ വേക്കൻസീസ് 3 എഞ്ചിനീയേഴ്സ് ട്രെയിനി മെക്കാനിക്കൽ. സെയിം സാലറി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എലിജിബിലിറ്റി, അപ്ലിക്കേഷൻ ഫീ, മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കും ഇത് ആക്സസിബിൾ ആണ് കേട്ടോ. ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ആർക്കും ആക്സസിബിൾ ആണ്, എല്ലാവർക്കും എന്ത് ചെയ്യാവുന്നതാണ്, ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാവുന്നത്. മെക്കാനിക്കലുകാർക്കും ഇതൊരു നല്ല അവസരമാണ്. ടെൽക്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയർ ട്രെയിനി മെക്കാനിക്കലിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പോസ്റ്റിൻ്റെ പ്രത്യേകത. അത്യാവശ്യം നല്ല സാലറി തന്നെയാണ്. 42,500 മുതൽ 97,000 വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ എഞ്ചിനീയർ ട്രെയിനി മെക്കാനിക്കലും പറഞ്ഞു, ഇലക്ട്രിക്കലും പറഞ്ഞു. ആൻഡ് ദെൻ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ദെൻ ജൂനിയർ എഞ്ചിനീയർ ട്രെയിനി മെക്കാനിക്കൽ നോക്കുകയാണ്, 91/2025. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെൽക്കിൽ 2 പോസ്റ്റാണ്, 30,700 മുതൽ 77,400 വരെയാണ്. അപ്പോൾ എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ തൊട്ട് താഴെയുള്ള പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാളിഫിക്കേഷനായിട്ട് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്, വിത്ത് ഫസ്റ്റ് ക്ലാസ് തന്നെ ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനായിട്ട് ഡിപ്ലോമ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിപ്ലോമ ഉള്ള പോസ്റ്റിൽ എന്ത് ചെയ്യാവുന്നതാണ്, ബിടെക്കുകാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, നോ പ്രോബ്ലം. പക്ഷേ ഇവിടെ ഡിപ്ലോമ ഉള്ള ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ്. ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ പോസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ജൂനിയർ എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റ് കേട്ടോ. ജൂനിയർ എഞ്ചിനീയർ ട്രെയിനി മെക്കാനിക്കൽ പോസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. 30,700 മുതൽ 77,400 വരെയാണ്. അപ്പോൾ എഞ്ചിനീയർ ട്രെയിനിൻ്റെ തൊട്ട് താഴെ വരുന്നൊരു പോസ്റ്റാണ്. ഡിപ്ലോമ ലെവൽ എക്സാംസ് ആയിരിക്കും നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ജൂനിയർ എഞ്ചിനീയർ ട്രെയിനി ഇലക്ട്രിക്കലും വന്നിട്ടുണ്ട്. ജൂനിയർ എഞ്ചിനീയർ ട്രെയിനി ഇലക്ട്രിക്കൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോസ്റ്റ് നോക്കി നോക്കാം. ജൂനിയർ എഞ്ചിനീയർ ട്രെയിനി ഇലക്ട്രിക്കൽ, ഇവിടെയും 2 പോസ്റ്റാണുള്ളത്. ടെൽക്കിൽ തന്നെയാണുള്ളത് കേട്ടോ. ടെൽക്കിൽ തന്നെയാണ്. സെയിം സാലറി 30,700 മുതൽ 77,400 വരെയാണ്. ദെൻ ക്വാളിഫിക്കേഷൻ സെയിം, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കലും പറ്റും, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സും പറ്റും. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 ആണ്. പിന്നെ ഇവിടെ കുറച്ച് സ്കിൽസ് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് ക്വാളിറ്റി, അനലിറ്റിക്കൽ സ്കില്ല്, അഡാപ്റ്റബിലിറ്റി, പ്രോബ്ലം സോൾവിംഗ് ഒക്കെയാണ് ഇവിടെ സ്കിൽസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂസിലായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു വരുന്നുണ്ടാവുക, എഫക്റ്റ് വരുന്നുണ്ടാവുക. അല്ലാണ്ട് ഇത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്ന കാര്യങ്ങളല്ല. ഇത്തരം സ്കിൽസൊക്കെ തീർച്ചയായിട്ടും ഈ പോസ്റ്റിന് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ അവർ സ്കിൽസ് ഇവിടെ മെൻഷൻ ചെയ്തു എന്ന് മാത്രമാണുള്ളത് കേട്ടോ. ഓക്കെ, സോ ക്വാളിഫിക്കേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് മസ്റ്റാണ് കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ഇതിൽ മസ്റ്റാണ്, ഈ ഒരു പോസ്റ്റിൽ മസ്റ്റാണ്. പക്ഷേ ഇവിടെ ഡിപ്ലോമ മതി എന്നുള്ളത് കൊണ്ട് തന്നെ ഡിപ്ലോമക്കാർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ബിടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളായിട്ട് നിങ്ങൾ കാണാൻ പറ്റുന്നത്. അതായത് ഇതിൽ ഞാൻ മെൻഷൻ ചെയ്യാത്തത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ് സെമി സ്കിൽഡ് ഓപ്പറേറ്റേഴ്സ്, അതായത് ITI ലെവലുള്ള പോസ്റ്റുകളാണ്. അതും ഇതിൽ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ITI കഴിഞ്ഞ ആളുകളും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ പോസ്റ്റുകളിലേക്കെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ് അതിലേക്ക് പോകാത്തത്. സോ ഡെഫിനറ്റ്ലി ഇത് നല്ലൊരു അവസരമാണ് അല്ലേ. അതായത് KPSRB എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയൊരു അവസരങ്ങൾ ലഭിക്കുകയാണ്. ഇനി ഇതിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഇതിൻ്റെ സിലബസ് ഏത് രീതിയിലായിരിക്കും വരിക എന്നുള്ളത്. സിലബസ് നോക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി PSCയിലൊക്കെ പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ് ഇവിടെ വരുന്നത്. നമ്മളിപ്പോൾ നോക്കുക, ഇതിൻ്റെ സിലബസ് നമ്മൾ പ്രീവിയസ് സിലബസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം മെക്കാനിക്കലിൻ്റെ സിലബസ് നോക്കുക. അപ്പോൾ മെക്കാനിക്കലിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ അപ്ലൈഡ് മെഷീൻസ് ഉണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെ എല്ലാത്തിലും വരുന്നതാണല്ലോ. മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ് ആൻഡ് ഡിഫോമബിൾ ബോഡീസ്, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, തിയറി ഓഫ് മെഷീൻ ആൻഡ് മെഷീൻ ഡിസൈന്, മാനുഫാക്ചറിങ് മാനേജ്മെൻറ്റ്, ഇതാണ് എന്ത് ചെയ്തിട്ടുള്ളത് മെക്കാനിക്കലിൻ്റെ സിലബസിൽ വരുന്നത്. ഇനി ഇലക്ട്രിക്കലിൻ്റെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ എക്സാംസിലും വരുന്ന, അതായത് ഡിഗ്രി ലെവൽ എക്സാംസിലും വരുന്ന ഇലക്ട്രിക്കൽ സർക്യൂട്ട്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, പവർ സിസ്റ്റം, അതുപോലെ കൺട്രോൾ സിസ്റ്റം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ്, ഇലക്ട്രിക്കൽ മെഷീൻസ്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ് തുടങ്ങിയ മൊഡ്യൂളുകളാണ് ഇവിടെ വരുന്നത്. അതായത് പക്ക നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള എന്ത് സിലബസ് അല്ല, അതായത് PSC സിലബസ് അല്ല, പക്ഷേ അതിലുള്ള ടോപ്പിക്കുകൾ ഓൾമോസ്റ്റ് എന്താണ് ഇതിൽ സിമിലർ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഒരു PSC പ്രിപ്പറേഷനിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ പാരലി നടത്താവുന്നതാണ്. ഇനി ഓൾറെഡി ഇപ്പം നിങ്ങൾ വേറെ എവിടെയെങ്കിലും
ആരെങ്കിലും വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് സെക്ടറിലേക്ക് മാറാനുള്ള, ഗവൺമെൻറ് സെക്ടർ എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട്ലി ഇതൊരു ഗവൺമെൻറ് സെക്ടർ അല്ല, നിങ്ങൾക്കറിയാം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. പക്ഷേ ഡെഫിനറ്റ്ലി അതൊരു ഗവൺമെൻറ് പോലെ തന്നെ ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ അലവൻസുകൾ ലഭിക്കാൻ സാധ്യതയുള്ളതാണ് ഇത്തരം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സിലബസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വേക്കൻസി ആൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മുകൾ ഭാഗത്തുള്ള ഈ ഒരു ഭാഗം നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം നിങ്ങൾക്കൊരു വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഒരു വീഡിയോ ട്യൂട്ടോറിയലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാവുന്നതാണ്, ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആധാർ നമ്പർ, അതേപോലെ തന്നെ ആധാർ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ പ്രൊസീഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് ഈ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്നതാണ്, ഫോണിലും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. ആവശ്യമാണെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും അത്തരം വീഡിയോസും ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അതായത് ഈ രീതിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഈ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഇതിന് എക്സ്പീരിയൻസ് വേണോ, ഇത് എലിജിബിൾ ആണോ, ഇതിന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണോ എന്നുള്ളതാണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇതിൽ ഭൂരിഭാഗം പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ തന്നെയാണ്. ഈ മെക്കാനിക്കലിൻ്റെ ഒന്ന് രണ്ട് പോസ്റ്റുകൾ ഒരു ഇലക്ട്രിക്കലിൻ്റെ പോസ്റ്റും ഡിസൈറബിൾ എന്ന് പറഞ്ഞുള്ള ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആ പോസ്റ്റ് ഒഴികെ ബാക്കി എല്ലാത്തിലും എന്താണ്, നിങ്ങൾക്ക് ഈക്വൽ പ്രയോറിറ്റി തന്നെയായിരിക്കും ലഭിക്കാൻ പോകുന്നത്. എഞ്ചിനീയർ ട്രെയിനി ആണെങ്കിലും ജൂനിയർ എഞ്ചിനീയർ ട്രെയിനി ആണെങ്കിലും നല്ല അവസരമാണ്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിൻ്റെ സിലബസും PSC സിലബസുമായിട്ട് മാച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ലൊരു അവസരമായി കണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കുക. അപ്പോൾ എൻട്രിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒഫീഷ്യലി നമ്മൾ അനൗൺസ് ചെയ്യുകയാണ് KPESRBയുടെ കംപ്ലീറ്റ് സിലബസ് കവറേജോട് കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ KPESRBയിലെ ജൂനിയർ എഞ്ചിനീയർ ട്രെയിനി അതേപോലെ എഞ്ചിനീയർ ട്രെയിനി പോസ്റ്റുകളിലേക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. കൂടുതൽ അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.